പശുക്കൾക്ക് ആസ്ട്രേലിയയിൽ നിന്നും മറ്റും നല്ല ഇനം വിത്തുകാളുകളുടെ സെമൻ കുപ്പിയിലാക്കി വരുന്നുണ്ട്. മനുഷ്യർക്ക് അതുപോലെ കുപ്പിയിലൊന്നും വരുന്നില്ല. ഇവിടെ നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിശക്തിയുള്ള പുരുഷന്മാരിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുക. ഒരിക്കൽ സീനത്തിന്റെ ഒരു പേഷ്യന്റിന് വേണ്ടി എനിക്കും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് കുഞ്ഞുണ്ടായോ? അത് ഞാൻ ചോദിച്ചില്ല. ആർക്കാണ് കൊടുക്കുന്നതെന്ന് നമ്മളറിയില്ല. തനിക്ക് പ്രയോഗിക്കാൻ പറ്റിയ കേസായത്. ശാരീരികമായോ മാനസികമായോ യാതൊരു ബന്ധപ്പെടലും കൂടാതെ തന്നെ സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടുകയും ചെയ്യും. വെരി ഗുഡ്. എനിക്കത് തന്നെ മതി. എനിക്ക് എന്റെ രക്തത്തിൽ എന്റെ മകൻ. അവൻ എന്നെ പോലെ വെളുത്ത് കൊഴുത്തിരിക്കും അല്ലേ ഡോക്ടർ? വെറുതെ പറഞ്ഞ് വിളിക്കുകയല്ല, അവകാശം ഉണ്ടായിട്ടാണ് അവൻ എന്നെ അച്ഛ എന്ന് വിളിക്കാൻ പോകുന്നത് അല്ലേ? ഈ എടുത്ത് വളർത്തിയാൽ വെറും ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ ആകും. വേറൊന്നും ചിന്തിക്കാനില്ല. ഡോക്ടർ സീനത്തിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. പക്ഷേ അതിനും വേണമല്ലോ ഒരു പെണ്ണ്. ഓ, ശാരീരികമായ ബന്ധപ്പെടലില്ലെങ്കിലും ഗർഭം ധരിക്കാനും 10 മാസം ചുമന്ന് പ്രസവിക്കാനും തയ്യാറുള്ള ഒരു സ്ത്രീ വേണം. അല്ല, അത് ബുദ്ധിമുട്ടാവോ? എന്റെ മകൻ ഒരു അലവലാതി സ്ത്രീയുടെ വയറ്റിലൊന്നും വളരാൻ പാടില്ല. നല്ല സ്ത്രീ ആയിരിക്കണം, കാണാനും പാരമ്പര്യവും. അത് കിട്ടുമായിരിക്കും അല്ലേ? ചോദിക്കുന്ന പണം നമുക്ക് കൊടുക്കാം, കിട്ടില്ലേ? എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ കൾച്ചറിലും സെറ്റപ്പിലും വാടകയ്ക്കൊരു സ്ത്രീയെ കിട്ടുമായിരിക്കും. പക്ഷെ വാടകയ്ക്കൊരു ഗർഭപാത്രം വെരി ഡിഫിക്കൽട്ട്. ഒരുപക്ഷെ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും എളുപ്പത്തിൽ കിട്ടും. എങ്കിൽ അത് മതി, നമുക്ക് അവിടുന്ന് കൊണ്ടുവരാം. പണം ഒരു പ്രശ്നമല്ല, എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കാം. എന്താ ലക്ഷങ്ങളുടെ കണക്ക്? ഞാൻ വെറുതെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനെ കുറിച്ച് പറഞ്ഞു. രാജീവിന് ഇപ്പൊ ത്രില്ലായിരിക്കുക. മറ്റു റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞു വേണോ അത്ര? ഡോക്ടർ എന്നെ സഹായിക്കണം. എന്റെ രാജീവ്, നിങ്ങളുടെ ഈ മണ്ടൻ ആഗ്രഹം കൊണ്ടൊന്ന് കളയാവോ? ഇത് കുഞ്ഞുങ്ങളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള ചികിത്സാ രീതിയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇതിന് തയ്യാറാവോ? ആദ്യം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കും. പിന്നെ ഇതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നമുക്ക് നോക്കാം. അയ്യോ, ചിരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? പിന്നെ ചിരിക്കാതെ എന്തോ ചെയ്യും? അച്ഛനെയും അമ്മയും ഭാര്യയും ഭർത്താവിനെയും വരെ വാടക കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ എന്തോന്നാ ഗർഭപാത്രം വാടക കിട്ടുമെന്നോ? അതെവിടെ കിട്ടും? കറിയാച്ചാ, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ഇംഗ്ലണ്ട് എങ്കിൽ ഇംഗ്ലണ്ട്, അമേരിക്ക എങ്കിൽ അമേരിക്ക. എനിക്ക് പാസ്പോർട്ട് ഉണ്ടോ? എനിക്ക് പാസ്പോർട്ട് ഇല്ല. ഇപ്പൊ ഉണ്ടേലും ഞാൻ അങ്ങോട്ടെങ്കിലും ഇല്ല. എങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ പോകും. നല്ലൊരു മദാമയം കൊണ്ടുവരും, സംഗതി നടത്തും. പ്രസവം കഴിഞ്ഞ് കുറച്ച് ക്യാഷ് കൊടുത്ത് വിമാനത്തെ കയറ്റി വിടും. അപ്പൊ പ്രശ്നമുണ്ട്. കൊച്ചാംഗ്ലോ ഇന്ത്യനായി പോവും. നമ്മുടെ മണ്ണിന്റെ മണം ഉണ്ടാവില്ല. വേണ്ട. നമ്മുടെ പൈതൃകം ആർഷഭാരതത്തിന്റെ ഒരു ഗർഭപാത്രം വാടകയ്ക്ക് കിട്ടാത്ത നാടിന്റെ പൈതൃകം എന്റെ മോന് വേണ്ട. എന്നെ എന്റെ തലയിലൊന്ന് മിന്നി. എന്താ? ഒരു സാധ്യത. ചങ്ങനാശ്ശേരി കോഴിക്കാല ഷാപ്പിനടുത്ത് ഒരു ഗർഭപാത്രം കിട്ടാനുണ്ട്. കൊള്ളാവുന്നതാണോ? കൊള്ളാമായിരിക്കണം. എനിക്ക് കല്യാണത്തിന് മുമ്പേ ഉള്ള പരിചയമാ. ഇപ്പോഴും മോശമായി കാണാൻ വഴിയില്ല. കാരണം ഭർത്താവ് നേരത്തെ തട്ടിപ്പോയതാ. കറിയാച്ചൻ എങ്ങനെയാ പരിചയം? പരിചയം എന്ന് പറഞ്ഞാൽ ഈ ഷാപ്പും വീടും തമ്മിൽ 50 അടി അകലേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ. എന്ത് പ്രായം വരും? പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോ അങ്ങനെ കൂടുതലൊന്നുമില്ല. ഒരു 50, 55 അതിൽ കൂടുതലൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അത് താനെടുത്തോ, എനിക്ക് വേണ്ട. നമ്മുടെ സ്ത്രീക്ക് 35 വയസ്സിന് താഴെ പ്രായം പാടുള്ളൂ. ഫെർട്ടിലിറ്റി വേണം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, പത്രത്തിൽ ഒരു പരസ്യം കൂടെ. എന്നിട്ട് വേണം നാട്ടുകാർ മുഴുവൻ അറിയാൻ. ഇതിപ്പോ താനും ഞാനും ഡോക്ടർ ഹമീദും സീനത്തും ഗർഭിണിയാകാൻ പോകുന്ന പെൺകുട്ടിയും അവളുടെ ബന്ധുക്കളും പിന്നെ അവരുടെ ബന്ധുക്കളും പരിചയക്കാരും ഹോസ്പിറ്റലിലെ സ്റ്റാഫും. ഇത് രഹസ്യമാക്കി വെക്കാൻ പറ്റില്ല, പരസ്യമാവും. നാണക്കേടുണ്ടായി ആ വഴിക്ക് ചിന്തിക്കണ്ട. എനിക്കെന്താ നാണക്കേട്? പിന്നെ എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നതിൽ ഇത്ര നാണിക്കാൻ എന്തുവാ? ഓ എങ്കിൽ നമുക്കേ തുമ്മിയെ പോലൊരു ചെക്കനെ കിട്ടിയാൽ നല്ല രസമായിരിക്കും അല്ലേ? അതിന് ഞാൻ ചില വഴികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അത് നടക്കണമെങ്കിൽ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെ ഒന്ന് പോകണം. അങ്കിൾ എനിക്കൊരു പാസ്പോർട്ട് എടുത്ത് തരണം. എനിക്കൊന്നും മനസ്സിലായില്ല. തുമ്മി പാസ്പോർട്ടുമായിട്ട് എന്താ ബന്ധം? അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അങ്കിൾ എനിക്കൊരു പാസ്പോർട്ട് എടുത്ത് തരുമോ? രാജീവ് സാറിന് ഫോൺ. ആരാ രാജ? കള്ളുകപ്പനികളും എല്ലാവരും ആണോ? അമീത് സാറാണെന്ന് തോന്നുന്നു. ഇവരൊക്കെ കൂടി എന്തോ ചില ചുറ്റിക്കളികളുണ്ട്. ഇല്ല, വീട്ടിലേക്ക് വരുന്നില്ല. ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. വേഗം വരണം, ഞാൻ ഇത് ഇറങ്ങായി.
അങ്കിൾ ഒരു അത്യാവശ്യമുണ്ട്. പറ 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 പറ. താനെന്താ പറഞ്ഞു വന്നു? പറയാന്നേ. ഞാനൊന്ന് ശ്വാസം വിടട്ടെ. എന്തെല്ലാം നുണ പറഞ്ഞാ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നറിയാവോ? ഡോക്ടർ ആയാലും മജിസ്ട്രേറ്റ് ആയാലും പെണ്ണ് തന്നെയാ, ന്യൂസൻസ്. എന്നിട്ടൊരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി താൻ എത്ര നാളായി അലയുന്നു? എന്നിട്ട് എവിടുന്നേലും കിട്ടാനുണ്ടോ? ഇല്ല, ഇവിടെ കിട്ടിയില്ലെങ്കിൽ വേണ്ട, അമേരിക്കയെങ്കിൽ അമേരിക്ക. ഞാൻ ഒരാളെ തന്നാലോ? ഏ ഒരു ഗർഭപാത്രം വാടകയ്ക്ക് വാങ്ങി തന്നാലോ എന്ന്. സമ്മതിച്ചോ? സമ്മതിച്ചു എന്ന് പറഞ്ഞില്ല, ആ, പക്ഷെ സമ്മതിക്കും. ആ, അല്ലാതെ അവൾക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ആ. സത്യത്തിൽ തന്റെ ഈ ഭ്രാന്തനാഗ്രഹം നടന്നു കാണാനുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേദന തോന്നി പെട്ടെന്ന് അങ്ങ് ചോദിച്ചു പോയതാണ്. ഡോക്ടർക്ക് അറിയാവുന്ന സ്ത്രീയാണോ? കാണാൻ എങ്ങനെയുണ്ട്? വെളുത്തിട്ടാണോ സ്വഭാവം? കല്യാണാലോചനയൊന്നും അല്ലല്ലോ. സോറി, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ. 2 വർഷമായിട്ട് എനിക്കറിയാം അവളെ. എന്റെ പേഷ്യന്റ് ആണ് അവളുടെ ഭർത്താവ്. ഓ, മാരീഡ്? യെസ്, പ്രേമവിവാഹമായിരുന്നു. പേര് കേട്ടാ ചിലപ്പോ അറിയാം. ചന്ദ്രദാസ്. ഇല്ല ഇല്ല ഇല്ല, പറ പറ പറ. ഫുട്ബോളറാണ്. ആ. കഴിഞ്ഞ ഫെഡറേഷൻ കപ്പിന് ബഗാന് വേണ്ടി ഹാട്രിക് നേടിയ ഒരു ചന്ദ്രദാസ്. പത്രത്തിലൊക്കെ ഫോട്ടോ വന്നിരുന്നു. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, പറ. അയാൾ ഇന്ന് ആരോരും അറിയാതെ ഭാര്യ വീട്ടിലെ 4 ചുമരുകൾക്കുള്ളിൽ മരണവും കാത്തിരിക്കുന്നു. മരണം കാത്തോ? അതെ, നട്ടെല്ലിൽ വേദനയായിട്ടായിരുന്നു തുടക്കം. പല ആശുപത്രികളിലും കൊണ്ടുപോയി ചികിത്സിച്ചു. ആരും ശരിയായി ഡയഗ്നൈസ് ചെയ്തില്ല. പലരും പല രോഗത്തിന്റെ പേരിലും ചികിത്സിച്ചു. സ്ട്രോങ് മെഡിസിൻസ് കഴിച്ച് 6 മാസങ്ങൾക്ക് മുമ്പ് അയാളുടെ വൃക്കകളും തകരാറിലായി. 1-2 മാസങ്ങളായി തീരെ പ്രവർത്തിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഡയാലിസിസ് നടത്തും. പക്ഷേ കിഡ്നി മാറ്റിവെക്കാതെ രക്ഷപ്പെടില്ല. ലക്ഷങ്ങളുടെ ചെലവ് വരും. അയാളുടെ വീട്ടുകാരാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അയാളുടെ ജീവന് വേണ്ടി അവൾ എന്തിനും തയ്യാറാണ്, മരിക്കാൻ പോലും. ഡോക്ടർ, നമ്മുടെ കാര്യമൊക്കെ വിശദീകരിച്ചു കൊടുത്തില്ലേ? എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ? അവസാനം പറ്റില്ല എന്ന് പറയരുത്. വിദ്യാഭ്യാസമുള്ള പെണ്ണാ അവള്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചന്ദ്രദാസിന്റെ ജീവൻ തിരിച്ചു കിട്ടുമെങ്കിൽ മരിക്കാൻ വരെ തയ്യാറാകുന്ന ആ മനസ്സിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. എന്താ ഡോക്ടർ അവരുടെ പേര്? ആനി. ആനി? ഈ ആളെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഡോക്ടർ ഒരു കഥ പോലെയാണ് അയാളെ കുറിച്ച് പറഞ്ഞു വന്നത്. പറഞ്ഞു വന്നപ്പോ ഒരു കിറുക്കന്റെ രൂപമാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഉണ്ട് കിറുക്ക്. അയാൾക്ക് കുഞ്ഞുങ്ങളോട് കിറുക്ക്, എനിക്ക് കളിപ്പന്തുകളോട്, നിനക്ക് ഒരു പ്രയോജനവുമില്ലാത്ത എന്നോട്. എന്തിനാ ദാസ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തതായി പലതുമുണ്ട്. കാലം, സൂര്യൻ, ജീവൻ. നീ അതിനാണ് ശ്രമിക്കുന്നത്. പോകുന്നതെല്ലാം പോട്ടെ എന്ന് വിചാരിച്ച് സന്തോഷത്തോടെ ഞാനും കടന്നു പോട്ടെ. ഇല്ല, എന്ത് വില കൊടുത്തും ഞാൻ പൊരുതി നിൽക്കും. വിധിക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ദാസിന്റെ എല്ലാ അസുഖവും മാറും. പഴയതുപോലെ കളിക്കളത്തിലേക്ക് തിരിച്ചു വരും. പണത്തിന്റെ കുറവേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ആലോചിക്കുന്നത്. നിന്റെ ശുഭാപ്തി വിശ്വാസം ഭയങ്കരം തന്നെ. ഞാനൊന്നും പറയുന്നില്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു കിറുക്കന്റെ സ്വപ്നമെങ്കിലും സഫലമാവട്ടെ. ദാസിന് എന്തെങ്കിലും വിഷമമുണ്ടോ ഇതിൽ? ഉണ്ടെങ്കിൽ പറയണം. എന്തിന്? നിന്റെ മനസ്സും ശരീരവും എല്ലാം എനിക്ക് മാത്രമാണ്. പിന്നെ ഒരു ഭ്രൂണത്തിന്റെ വളർച്ച, 10 മാസം വളർച്ചയുള്ള ഒരു ട്യൂമർ, അത്രയല്ലേ ഉള്ളൂ. അതെ, അതിലപ്പുറം ഒന്നുമില്ല. ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. 10 മാസത്തെ ട്യൂമർ എന്നൊക്കെ പറയാൻ എളുപ്പമാ, പക്ഷെ അങ്ങനെ കാണാൻ പറ്റുമോ? ഇതല്ലാതെ 1.5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യും അമ്മച്ചി? ഒരു ഭാരം ചുമക്കുന്ന പോലെ ഞാൻ കണക്കാക്കൂ. അത്രയും കാശ് അയാൾ തരുമോ? തരണം. എങ്കിലേ സമ്മതിക്കൂ. കർത്താവേ, കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത കാര്യങ്ങളാ. പൊറുക്കണേ.